ഞാനും എൻ്റെ അച്ഛനും അമ്മയും കൂടി കുഴിച്ച കിണറാണ് നിങ്ങൾക്ക് കാണിക്കാൻ പോണത്. ഒരു സർപ്രൈസ് ആയിട്ടുള്ള സാധനം കാണിക്കണം. അപ്പുറമുള്ള വീട് നമുക്ക് കാണണമെങ്കിൽ ജനലിൽ കൂടി കാണാം. ഓക്കെ, അപ്പോൾ ജനലിൽ കൂടി നമുക്ക് ഇതാണ്. ഹായ്, അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ സ്ഥലം എന്ന് പറയുന്നത് എൻ്റെ വീട്, എൻ്റെ പ്ലേസ്. ഞാൻ ഒരു 10ാം ക്ലാസ് വരെ ഉണ്ടായിരുന്ന സ്ഥലം നിങ്ങളാരും കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ ഞാൻ അത് കാണിക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ എൻ്റെ വീടാണിത്. ഞാൻ ദൂരെ നിന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് കാറേത്, ഇതാണ് എൻ്റെ വീട് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് വീട്ടിലോട്ട് വന്നു. അപ്പോൾ വീട്ടിലത്തെ കുറച്ച് കാര്യങ്ങൾ, എൻ്റെ കുറച്ച് മെമ്മറീസ് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു, ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അയ്യോ, ഭയങ്കര വെയിലായതുകൊണ്ടേ. അപ്പോൾ എൻ്റെ അമ്മക്ക് പൂച്ചെടിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇതിൻ്റെ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാനത് ബാക്ക് ക്യാമറയിൽ കാണിച്ചു തരാം. ഇവിടെ ചെടികളൊക്കെ ഉള്ളത്. അമ്മക്ക് ചെടിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒന്ന് ബാക്ക് ക്യാമറയിൽ കാണിച്ചു തരാം. ഓക്കെ, അതുകൊണ്ട് അമ്മ ഭയങ്കരമായിട്ട് വീട്ടിൽ ചെടികളൊക്കെ നട്ട് വളർത്താറുണ്ട്. നമ്മളവിടെ ഇങ്ങനെ വളർത്തണം എന്ന് വിചാരിച്ചാൽ വെള്ളമില്ല, അതുകൊണ്ട് ഒന്നും വളർത്താറില്ല. അത്യാവശ്യം കുറച്ചൊക്കെ നമ്മൾ എന്തെങ്കിലും നട്ട് വളർത്താറുണ്ട്. ഇത് ചെടികളല്ല, ഇത് ഞങ്ങളെല്ലാവരും ചെരുപ്പാണ്. അപ്പോൾ ഇത് ഇങ്ങനെ കുറച്ച് ചെടികളും കാര്യങ്ങളും അമ്മ അത്യാവശ്യം, പിന്നെ അമ്മ ഏകദേശം വീട്ടിൽ ഉണ്ടാവാറില്ല. അതിൻ്റെ ഒരു കുറേ ബുദ്ധിമുട്ടൊക്കെ ചെടികൾക്ക് ഉണ്ടാവാറുണ്ട്. പിന്നെ ഇതാണ് എൻ്റെ വീട്. ഇതാണ് വരാന്ത. തൊട്ടടുത്തായിട്ട് റൂമുണ്ട് കേട്ടോ. അമ്മയുടെ പ്രാർത്ഥന റൂമാണ്. അപ്പോൾ അവിടെ നിന്ന് നേരെ ഹാളിലേക്കാണ് പോകുന്നത്. ഹാളിൻ്റെ തൊട്ടടുത്തായിട്ടൊരു ബെഡ്റൂമുണ്ട്. ഇത് ഹാള്. അതിൻ്റെ തൊട്ടടുത്ത് ഒരു ചെറിയൊരു ബെഡ്റൂമുണ്ട്. ഇത് അമ്മ കിടക്കുന്ന ബെഡ്റൂമാണ്. അപ്പോൾ ഇത് എൻ്റെ ബെഡ്റൂമാണ്, മസ്റ്റ് ബെഡ്റൂം എന്നൊക്കെ പറഞ്ഞാൽ. അവിടെ ഇതാണ് സംഭവം. പിന്നെ ബാത്റൂമുണ്ട്. പിന്നെ നേരെ അടുക്കളയിൽ പിന്നെ അത്യാവശ്യം കാര്യങ്ങളും സാധനങ്ങളും അങ്ങനെയൊക്കെയാണ്. അതാണ് എൻ്റെ അമ്മ. പിന്നെ അടുക്കളയിലൊരു ബാത്റൂം കൂടിയുണ്ട് കേട്ടോ. ഞാനും എൻ്റെ അച്ഛനും അമ്മയും കൂടി കുഴിച്ച കിണറാണ് നിങ്ങൾക്ക് കാണിക്കാൻ പോണത്. പിന്നെ ലാസ്റ്റ് ആകുമ്പോഴേക്ക് 2-3 ആൾക്കാർ പണിക്കെടുത്തായിരുന്നു കേട്ടോ. പക്ഷേ ഈ കൊച്ചാക്കല്ല മോനെ, ഇതാണ് കിണർ കേട്ടോ. ഇവിടെ എല്ലാവരുടെയും വെള്ളം തീർന്നാലും ഈ കിണറിൽ വെള്ളം ഉണ്ടാവുമായിരുന്നു. പിന്നെ ഇപ്പോൾ ഇവിടെ ബോറൊക്കെ കുഴിച്ചുകൊണ്ട് വെള്ളമൊക്കെ കുറഞ്ഞിട്ടുണ്ട്. എന്നാലും വെള്ളമുണ്ട് കേട്ടോ കിണറിൽ. നമുക്ക് വെള്ളത്തിന് ബോറും ഉണ്ട്. അപ്പോൾ ഇനി ഞാൻ കാണിക്കാൻ പോണത് ഞങ്ങൾ താമസിച്ച വീടാണ് കേട്ടോ. അതാണ് നിങ്ങൾക്ക് കാണിക്കാൻ പോണത്. ഇവിടെയാണ് കേട്ടോ. ഇതാണ് ഞങ്ങളുടെ വീട് ഉണ്ടായിരുന്ന സ്ഥലം. ഇപ്പം അതൊക്കെ പൊളിച്ച് ഇപ്പോൾ ഇത് മാത്രമേ ഉള്ളൂ. ഹായ്, എന്തൊക്കെയുണ്ട് വിശേഷം? എൻ്റെ പേരെന്തടാ? ശബരിനാഥ്. എത്ര പഠിക്കണേ? 4 പഠിക്കണേ. മോൻ്റെ പേരെന്താ? മനുകൃഷ്ണനാ. വീടെല്ലാം കാണലുണ്ടാ? ഇഷ്ടാ വീഡിയോല്ലാം? ചായ പിടിച്ചാ? അപ്പോൾ ഇവർ നമ്മളെ തൊട്ടടുത്തുള്ള വീട്ടിലുള്ള കുട്ടികളാണ്. അപ്പോൾ ഞാൻ കുറേ നാൾ ശേഷം വന്നുകൊണ്ട് കണ്ടതാണ്. അപ്പോൾ ഇവിടെ വേറെ കാണിക്കാൻ പറ്റുന്നത്, ഇവിടെ എല്ലാ മരങ്ങളും ഏകദേശം നട്ട് പിടിപ്പിക്കാറുണ്ട്. അത് മോളെ പേരെന്താ? മാളവിക. ഇത് അവിടുത്തെ കുട്ടി തന്നെയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ഫോട്ടോ എടുത്തല്ലേ കുറേ. പിന്നെ ഇപ്പം അല്ലേ കാണുന്നത്. അപ്പോൾ അത് ഹൗസ് മണ്ടിക്കോട്ടോ. അപ്പോൾ ഇവിടെ പ്ലാവുണ്ട്. ഒരു പ്ലാവ്, രണ്ടാമത്തെ പ്ലാവ്. പിന്നെ ഇവിടെ ഈ ഒരു മരം കൂടി ഉണ്ടായിരുന്നു. എന്ത് മരം? ഒരു മരം ഉണ്ടായിരുന്നു, എനിക്ക് പേര് മറന്നുപോയി. ഞാൻ അമ്മയോട് ചോദിച്ചിട്ട് പറഞ്ഞുതരാം കേട്ടോ. പിന്നെ ഇവിടെ മുട്ടപ്പഴത്തിൻ്റെ മരമുണ്ട്. ഇതിൽ മുട്ടപ്പഴം പിടിച്ചിട്ടുണ്ട് കേട്ടോ. മുട്ടപ്പഴത്തിൻ്റെ മരമാണ്. ഇത് മുട്ടപ്പഴം പിടിച്ചിട്ടുണ്ട്. ഞാൻ പറിച്ചു. ഒരെണ്ണം ഞാൻ പറിച്ചു കൊണ്ടായി. ഇതിൽ നിറയെ ഉണ്ട്. പിന്നെ പേരമരമുണ്ട്. പേരമരം അമ്മ ഏകദേശം ഇവിടെ എല്ലാ മരങ്ങളും നട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അമ്മ ഇവിടെ ഉണ്ടാവാറില്ല. മാവുണ്ട്, പ്ലാവുണ്ട്, മുരിങ്ങയുടെ ഉണ്ട്. അമ്പഴങ്ങയുടെ മരമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, എന്തോ മരം ഉണ്ടായിരുന്നു പറഞ്ഞില്ലേ. അപ്പോൾ എനിക്കിതൊരു നല്ല മെമ്മറിയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്പോഴെങ്കിലും കാണിച്ചു തന്നില്ലെങ്കിലേ
ഇതൊന്നും ഉണ്ടാവില്ലല്ലോ എന്ന് വിചാരിച്ച് കുറേ ആൾക്കാർ വീഡിയോ എടുക്കണ ഒളിച്ചൊളിച്ചിട്ട് വരുന്നില്ല പറഞ്ഞിട്ട്. അപ്പോൾ ഞാനിവിടെ എന്നിട്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇത് പിന്നെ ഇത് അമ്മ കോഴിക്കോട് ഉണ്ടാക്കിയാണ് കേട്ടോ. ഇതിൽ കോഴീനെ വളർത്തുന്നുണ്ട് എൻ്റെ അമ്മ. അപ്പോൾ ഇതാണ് നമ്മുടെ സ്ഥലം കേട്ടോ. ഇതിങ്ങനെ ഇങ്ങനെ 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 ഇതാണ് എൻ്റെ ഇപ്പോഴത്തെ വീട്. അത് ഞാൻ ഫ്രണ്ടിൽ നിന്ന് കാണിച്ചു തരാം. ഫ്രണ്ടിൽ നിന്ന് കണ്ടല്ലോ നേരത്തെ. അപ്പോൾ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടും ഉണ്ട് കേട്ടോ എൻ്റെ വണ്ടി വെച്ചിട്ടുള്ളത്. അങ്ങ് അവിടെ വരെ ഉണ്ട് സ്ഥലം. അവിടെ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇവിടെയുള്ള കുറച്ച് മെമ്മറി ഞാൻ പറയാം കേട്ടോ. റൂമിനുള്ളിൽ പോയിട്ട് അവിടെയുള്ള മെമ്മറി അവിടെ. ഇത് ചെറുനാരങ്ങേരയാണ്. ഇതാണ് ഞങ്ങളുടെ വീടിൻ്റെ വരാന്ത എന്ന് പറയുന്നത്. ചെറിയ വരാന്തയായിരുന്നു. പിന്നെ ഇത് ഇവിടെ അമ്മിക്കല്ലൊക്കെ ഉണ്ട്. ഇത് ഈ സൈഡിലായിരുന്നു അമ്മിക്കല്ല്. ഇവിടെ പാത്രം കഴുകൽ. അലക്കുകല്ല് ഇത് എവിടെ ആണ് ഉണ്ടായിരുന്നത് കേട്ടോ. ഇവിടെ അലക്കുകല്ലുണ്ടായിരുന്നു, അതൊക്കെ പോയി. പിന്നെ വീട്ടിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോഴുള്ളത് കാണിച്ചു തരാം. ചെറിയ വീടായിരുന്നു. അപ്പോൾ ഇതാണ് വീടിൻ്റെ ഉള്ളിലേക്ക് കയറുന്ന ചെറിയ വീടായിരുന്നു. കുഞ്ഞു വീടായിരുന്നു, ഉമ്മണി വീടായിരുന്നു, നല്ല സുഖമുള്ള വീടായിരുന്നു. ഞാനതിൻ്റെ ഫോട്ടോ ഞാൻ ഇതിൻ്റെ സൈഡിൽ കൊടുക്കാം. അപ്പോൾ ഇവിടെയാണ് അടുക്കള ആയിട്ടുണ്ടായിരുന്നത്. കുറച്ച് സ്ഥലത്ത് ഇവിടെ അലമാര വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെയാണ് കുറച്ച് ഒരു കട്ടിലും അതിന് മുകളിലൊരു ഫാനൊക്കെ ആയിട്ട് ചെറിയ ഉമ്മണി വീടായിരുന്നു. ചെറിയ ഉമ്മണി വീട് കേട്ടോ. അപ്പോൾ ഇവിടെ പക്ഷെ നല്ല രസമുണ്ടായിരുന്നു. ആ സമയത്തായിരുന്നു ആ വീട് കെട്ടാൻ വേണ്ടിയിട്ട് തറ ഇട്ടിട്ടുണ്ടായിരുന്നത്. ഇവിടെയുള്ള മെമ്മറീസൊക്കെ കുറേ നല്ല മെമ്മറീസ് ഉണ്ട്. ഞാൻ ഫോട്ടോസ് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടിടാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ആ വോയിസിൻ്റെ കൂടെ ഫോട്ടോയും കാണുമ്പോൾ നല്ല രസമുണ്ടാവും. അത് എന്താ പറയുക, നമ്മൾ പഴയ മെമ്മറി എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര നൊസ്റ്റാൾജി ഉണ്ടാക്കണല്ലേ. ഇനി ഞാൻ വീട്ടിൻ്റെ അവിടെ പോയിട്ട് കാണിച്ചു തരാം കേട്ടോ. വേറെ സർപ്രൈസ് ആയിട്ടുള്ള സാധനങ്ങൾ കാണിച്ചു തരാം. അപ്പുറമുള്ള വീട് നമുക്ക് കാണണമെങ്കിൽ ജനലിൽ കൂടി കാണാം. ഓക്കെ, അപ്പോൾ ജനലിൽ കൂടി നമുക്ക് ഇതാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് വീടാണ്. വീടല്ല, ഇത് ചുമരാണ് കേട്ടോ. ചുമര് ഇത് നമ്മുടെ ചുമര് മതിൽ ഈ മതിലിനോട് ചേർന്നിട്ട് ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിലാണ് കേട്ടോ വേറെ വീട്. കണ്ടോ, ഇതെങ്ങനെയാണ് അവർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതാണ് വീടിൻ്റെ അടുക്കള എന്നുള്ള പോലെ. അപ്പോൾ ഇവിടെ നിന്നിട്ട് നമുക്ക് അപ്പുറമുള്ള വീട്ടുകാരോട് നമുക്ക് സംസാരിക്കാം. എങ്ങനെയുണ്ട് ഐഡിയ? അതാണ് പുതിയ ടെക്നോളജി പറയുന്നത്. ഇത് ആര്യവേപ്പിൻ്റെ പിന്നെ അമ്മയുടെ ചെറിയൊരു കോയക്കട കൃഷി, ഇതൊക്കെയാണ് ചെറിയ വീട് എന്ന് പറയുന്നത്. അപ്പോൾ ചെറിയ വീടാണെങ്കിലും വലിയ വീടാണെങ്കിലും നമുക്ക് സന്തോഷം ഉണ്ടെങ്കിൽ അത് മതിയില്ലേടാ. അതാണ്. രാവിലെ വന്നവിടെ ചായയും കടിയും സ്നാക്സൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഉച്ചയായപ്പോൾ നമുക്ക് ബിരിയാണി, ചിക്കൻ പൊരിച്ചത് ഒക്കെ. അമ്മേൻ്റെ ഫുഡ് ഐറ്റം വളരെ ടേസ്റ്റാണ് കേട്ടോ. ഫുഡിങ് കാര്യങ്ങൾ എന്തൊക്കെ ഉണ്ടാക്കും. ഫുഡ് ഐറ്റം സ്പെഷ്യലായിട്ട് കുറേ ഐറ്റം ഉണ്ടാക്കും. അപ്പോൾ നമുക്ക് സുഖമില്ല, വയ്യായിരുന്നു. അതുകൊണ്ട് നമ്മൾ ബിരിയാണിയിൽ മാത്രം ഒതുക്കി, അല്ലെങ്കിൽ എപ്പോഴും കുറേ ഡിഷസ് ഉണ്ടാവാറുണ്ട്. അങ്ങനെ ഞങ്ങൾ ഭക്ഷണം കഴിച്ചതിന് ശേഷം കാറ് വാഷ് ചെയ്യാമെന്ന് വിചാരിച്ചു. വേനലായതുകൊണ്ട് വെള്ളത്തിന് വളരെ ക്ഷാമമാണ്. അതുകൊണ്ട് നമ്മൾ താമസിക്കുന്നവിടെ വെള്ളത്തിന് ഭയങ്കര ക്ഷാമമുണ്ട്. പക്ഷെ അമ്മയുടെ അടുത്ത് വെള്ളം ഉണ്ട് കേട്ടോ, ഇഷ്ടംപോലെ വെള്ളമുണ്ട്. അങ്ങനെ നമ്മൾ കാറൊക്കെ കഴുകി, എൻ്റെ അമ്മ കാറൊക്കെ വെള്ളമൊക്കെ ഒഴിച്ചു. ഞാൻ ഹൗസ് ഷാമ്പു ഒക്കെ ഇട്ടിട്ട് വാഷ് ചെയ്തു. അങ്ങനെ കാറ് ക്ലിയറാക്കി. കണ്ട എൻ്റെ മോൻ വരെ പൈപ്പൊക്കെ പിടിച്ച് കാറ് കഴുകുകയാണ്. അങ്ങനെ ഞങ്ങളുടെ വീട്ടിൽ അടിപൊളിയായി. വൈകുന്നേരം ഞങ്ങൾ രാത്രിയിലാണ് കേട്ടോ പോയത്. ഒരു 9 മണിയാകുമ്പോഴാണ് വണ്ടി എടുത്ത് പോയത്. വീടൊക്കെ കണ്ടില്ലേ എല്ലാവരും. അപ്പോൾ ഇടക്ക് ചിലവർ കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ചേച്ചീൻ്റെ വീട്ടിൽ പോകാറില്ലേ എന്നൊക്കെ. ശീക്കുമോനെ അമ്മ കൊച്ച് വർത്താനം പറയട്ടെ. അപ്പോൾ വീടൊക്കെ കണ്ടെന്ന് വിചാരിക്കുന്നു. നമുക്ക് വീഡിയോയിൽ വരാൻ താല്പര്യമില്ല, അതുകൊണ്ടാണ് വീഡിയോയിൽ ഇടാത്തത്. പിന്നെ ഇവിടെ 2 സൗണ്ട് എക്സ്ട്രാ കേൾക്കുന്നവർക്കും വീഡിയോയിൽ വരാൻ താല്പര്യമില്ലാത്തത് കൊണ്ടാണ് നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്താട്ടെ. അപ്പം നിങ്ങൾ ഇങ്ങനെ കല്യാണം കഴിഞ്ഞ് പോയിട്ട് വീട്ടിലേക്ക് വരുമ്പോൾ ഇങ്ങനെ മാറ്റങ്ങളൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല മെമ്മറീസൊക്കെ ഉണ്ടാവാറില്ലേ? അപ്പം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക തീർച്ചയായിട്ടും. പിന്നെന്താ പറയുക, പിന്നെ വേറെ പ്രത്യേകിച്ചിട്ടൊന്നുമില്ല, അത്രേ ഉള്ളൂ. ആവസേ ഇങ്ങോട്ടൊന്ന് വൈൻഡപ്പ് ചെയ്യാലോ നമുക്ക്. അപ്പോൾ ഞാൻ വൈൻഡപ്പ് ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. ആരോട്? നിങ്ങളോട്. ഏത് ഞങ്ങളോട്? ഞങ്ങളല്ല നിങ്ങൾ. ഏത് ഞങ്ങളോട്? നിങ്ങളോട്. ഏത് ഞങ്ങളോട്? അയ്യാ. ഓക്കെ, ബൈ.